കണ്ണ് തുറന്നപ്പോൾ തന്നെ റെട്രോ ഡേ എന്ന് പറഞ്ഞ് കുളിച്ചൊരുങ്ങി ടിക്കറ്റിന്റെ 2 വീഡിയോ എടുത്ത് നമ്മൾ നേരെ വിട്ടു നമ്മുടെ സരിത സഭ തിയേറ്ററിലോട്ട്. കാരണം അവിടെയാണ് നമ്മുടെ റെട്രോന്റെ ഇന്നത്തെ ഫാൻ ഷോ ബുക്ക് ചെയ്തിരുന്നത്. നമ്മൾ അവിടെ ചെന്നു നമ്മൾ അവിടെ കണ്ട കാഴ്ചകളൊക്കെയാണ് നിങ്ങളോടൊപ്പം ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പൊ ഏതായാലും നമ്മൾ അവിടെ എത്തി നമുക്ക് ചെന്നൈന്റെ ക്ലിപ്പിംഗ്സ് എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ചെന്നപ്പോൾ ശകലൊന്ന് ലേറ്റ് ആയി. അതുകൊണ്ട് നേരെ ഒരു ഒറ്റ ഓട്ടോ ഓടുകയാണ്. ഇത് എനിക്കറിയാവുന്ന പോലെ ഫാൻ ഷോയിലാവുമ്പോൾ അവിടെ സീറ്റ് നമ്പർ ഒന്നും ഇല്ല. നമ്മൾ ഇഷ്ടമുള്ള സീറ്റ് കയറിക്കാം. ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. കാരണം നിങ്ങൾക്കറിയാം ഫാൻ ഷോ ആണ്, എസ്പെഷ്യലി തമിഴ് പടമൊക്കെ ആകുമ്പോൾ ആൾക്കാർ ഇളകി മറയുമായിരിക്കും. ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റില്ല കാരണം കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് ചിലപ്പോൾ വോയിസ് മാത്രം ഉണ്ടാവുള്ളൂ. ഏതൊക്കെയായാലും ഫ്ലാഗ് പോലത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഫാൻസ് കുറെ പേര് നിലത്തിരുന്ന് എഴുന്നേറ്റ് എന്നൊക്കെ സിനിമ കാണുന്നുണ്ടായിരുന്നു. തിയേറ്ററിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നും കാണിക്കാൻ സാധിച്ചില്ല. ഏതൊക്കെയാലും സിനിമ കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയത്. സിനിമയുടെ റിവ്യൂ ഞാൻ പിന്നെ പറയും. അവളുടെ ഡാൻസും മീളൊക്കെ നടപ്പുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കാണ് നമ്മുടെ തിയേറ്റർ ഉണ്ടായിരുന്നു. ഏതൊക്കെയാലും പിന്നെ കൂടുതൽ സമയമൊന്നും വേസ്റ്റില്ല. പുറത്ത് കടയിൽ നിന്ന് 2 ചായ മേടിച്ചിട്ട് അടുത്ത ബസ് പിടിച്ച് നേരെ വീട്ടിലെത്തി. ഇനി നേരെ റിവ്യൂ കണ്ടോളൂ. ഓക്കെ ബൈ. ഓക്കെ, സോ റെട്രോ എങ്ങനെയുണ്ട് റെട്രോ എന്നാണ് നമ്മുടെ പുതിയ ചോദ്യം. ഇന്ന് രാവിലെ തന്നെ ഫാൻ ഷോയ്ക്ക് എഴുന്നേറ്റ് പോയി പടം കണ്ടിരുന്നു. ഇപ്പോഴത്തെ സിനിമ കണ്ടു നേരെ തിരിച്ചു വന്നുള്ള തന്നെ നിങ്ങളോടാണ് ഈ പടത്തെ റിവ്യൂ പറഞ്ഞേക്കാന്ന് ഓർത്തു. റെട്രോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പടം കാണുന്നു. ഇപ്പം കാർത്തിക് സുരാജ് പടം മനസ്സിച്ചുകൊണ്ട് നമ്മളെല്ലാവരും സിനിമയ്ക്ക് അറിയത്. സൂര്യ 13-14 കൊല്ലം ഒരു ഹിറ്റ് അടിച്ചിട്ട് ആ ഹിറ്റ് നമുക്ക് ഈ സിനിമയെ കൂടെ തിരിച്ചു വരുന്നുള്ള ഫുൾ പ്രതീക്ഷ നമ്മൾ കയറി. ആൻഡ് ഫസ്റ്റ് ഹാഫ് കഴിയണം തൊട്ട് ഞാൻ വരെ ആദ്യം പറയാം. ഫസ്റ്റ് ഹാഫ് വരെ ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് എന്ന് വെച്ചാൽ മൊത്തം മാസും എന്ന കറക്റ്റ് സമയത്ത് പാട്ടും ഇടയ്ക്കിടയ്ക്ക് ചിരിക്കാനുള്ള ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ രസിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ എനിക്കറിയാവുന്നവരൊക്കെ മെസ്സേജ് സൂര്യൻ്റെ കംബാക്കായി പുള്ളിക്കാരൻ നല്ലപോലെ ഫസ്റ്റ് ഹാഫ് ചെയ്തിട്ടുണ്ട്. അന്നേരമാണ് നമ്മുടെ സെക്കൻഡ് ഹാഫ് അതിലേക്ക് കിടന്നു വരുന്നത്. സെക്കൻഡ് ഹാഫ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പടത്തിൻ്റെ പേസിങ്ങിനെ എൻ്റെ ഒപ്പീനിയനിൽ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ഇത്. കാരണം സെക്കൻഡ് ഹാഫ് വളരെ ക്ലീഷേ ടെംപ്ലേറ്റിൽ കയറിയിട്ട് ഒരുമാതിരി ഈ ക്ലൈമാക്സിന് മുമ്പ് ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷൻ ഇച്ചിരൂടെ എൻ്റർടൈനിങ് ആക്കുമായിരുന്നു. അല്ല ആ ഒരു ഭാഗം ഇച്ചിരൂടെ ക്രിസ്പാക്കി സെക്കൻഡ് ഹാഫ് ട്രിം ചെയ്ത് അത്രയും ലെങ്ത്തിൻ്റെ ആവശ്യമില്ല പടത്തിന്. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ആക്കുമായിരുന്നു ഇച്ചിരി ബെറ്റർ. ഇപ്പോൾ ജിഗർത്തൻ്റെ ഡബിൾ എക്സിൻ്റെ ക്ലൈമാക്സ് എടുക്കാം. ആ പടത്തിനോട് ആപ്റ്റായിട്ടുള്ള ക്ലൈമാക്സ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആ പടം ഇറങ്ങിയപ്പോൾ ഇഷ്ടം പോലെ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് അത് ശരിയല്ല ആ ഒരു ഇപ്പോൾ ഞാൻ ഒരു മലയാളി, നമ്മളെല്ലാ മലയാളികൾ ഇപ്പോൾ ആണ് തോന്നി റിവ്യൂ കാണുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് സിനിമയ്ക്ക് ഒരു നല്ല ക്ലൈമാക്സ് ആണ്. പക്ഷേ ഹീറോ മാത്രം എപ്പോഴും ജയിച്ച് പോകുന്നുള്ളതല്ല നമുക്ക് വേണ്ട ക്ലൈമാക്സ്. പക്ഷേ ഈ സിനിമ കൊടുത്തിരുന്ന ക്ലൈമാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടിപ്പിക്കൽ തമിഴ് സിനിമയ്ക്ക് നമ്മൾ കണ്ടുവരുന്ന അതേ ക്ലൈമാക്സ് ആണ് ഇതിലും പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു കാർത്തിക് സുബ്രാജ് ഒരു പടം ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ്റെ ആയിട്ട് വെറൈറ്റി ആഡ് ചെയ്ത് ഒരു സിനിമയെ നിലനിർത്തുന്ന ഒരു ക്ലൈമാക്സ് കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞ ഒരു വളരെ ടിപ്പിക്കൽ പോർഷനായിരുന്നു. ആ ഒരു പോർഷൻ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള അതാണ് ക്ലൈമാക്സിലെ മെയിൻ ഭാഗം. പക്ഷെ അത് കഴിഞ്ഞുള്ള പിന്നെ കുറച്ച് കാര്യങ്ങളിലൂടെ അത് ഏറെക്കുറെ ഫിക്സായി. നമ്മൾക്കൊരു കുഴപ്പമില്ല എന്നുള്ള ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാമെങ്കിലും നമ്മൾ പ്രതീക്ഷ സാറ്റിസ്ഫാക്ഷൻ ഓവറോൾ ഈ പടത്തിൽ നിന്ന് കിട്ടില്ല. കാരണം ഫസ്റ്റ് ഹാഫ് അങ്ങനെ കൊണ്ട് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെയും സെക്കൻഡ് ഹാഫ് ഇങ്ങനെയാണ്. പടത്തിൻ്റെ ഗ്രാഫ് പറയുവാണെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സും ജോജു, ജയറാമേട്ടൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ ഇടയ്ക്ക് ചെയ്തു വരുന്ന മലയാളത്തിൻ്റെ പുറത്ത് ഒരുപാട് സിനിമ ചെയ്യുന്നുണ്ട്. ആ സിനിമ എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനു ചെയ്യുന്നു എന്നാണ്. ഗെയിം ചേഞ്ച് അല്ല കാണിച്ചു, എന്തിനു ചെയ്യുന്നു, ആർക്ക് വേണ്ടി ഇതിലും കാണിച്ചു കൂട്ടുന്നു നമ്മൾ കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലും ഇത് തന്നെ ഒരു കോമാളി വേഷമാണ്. എന്തിരുന്നാൽ പോലും പുള്ളിക്കാരൻ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരൂടെ ഒരു നല്ല റോളാണ് പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കണ്ട ജയറാമേട്ടനെ കൂട്ട് അത് കൂടെ റോളല്ലെങ്കിലും കമ്പാരിറ്റീവ്ലി ബെറ്റർ റോളാണ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ജോജുവിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഇറ്റ് വാസ് ഫസ്റ്റ് ഹാഫ് വരെ ഹി വാസ് അമേസിങ്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് കൊണ്ടുവന്നപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനെ ഡൗൺ ആക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സൂര്യ മാത്രം നിലനിർത്താൻ ഞാൻ ഇത്രയും നേരത്തെ പുള്ളിക്കാരൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാൻ മറന്നുപോയി മക്കളെ. ഹീ ഹാസ് റോക്ക്ഡ് ഇറ്റ്. എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പുള്ളിക്കാരൻ എന്നാ ലുക്കാന്ന് പറയുക. പുള്ളിക്കാരൻ്റെ ക്ലോസപ്പ് ഷോട്ടൊക്കെ എടുക്കാൻ നേരത്ത് ആ ഒരു പടം മേക്കിംഗ് വൈസ് ഇറ്റ്സ് ടിപ്പിക്കൽ കാർത്തിക് സുരാജ് ആണ് മേക്കിംഗ് വൈസ്. ആൻഡ് ദാറ്റ് ഇസ് സൂപ്പർ. ഇങ്ങനെ കണ്ടിരിക്കാൻ. ആ സെക്കൻഡ് ഹാഫ് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളിക്കാരനാണോ എടുത്തത്, വേറെ ആരെങ്കിലും അവൻ എടുത്തു വെച്ചത്, അല്ലെ പുള്ളിക്കാരന് വല്ല താല്പര്യം എടുത്തു വെച്ചോണം. എന്തിനാണ് ആ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു കുറച്ച് പോർഷൻ കഴിഞ്ഞ് അങ്ങനെ കൊണ്ടുവരുന്നത്, എന്താണ് അതെങ്ങനെ കാണിച്ചു വെച്ചത് എനിക്ക് മനസ്സിലായില്ല. ബട്ട് ആ ഫസ്റ്റ് ഹാഫ് ഒരു സാധനമാണ് മോനെ. എനിക്ക് തോന്നിയാണോന്ന് അറിയില്ല. ബട്ട് ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് എന്താ പറയുക, നമുക്ക് കൈകൊട്ടി നമുക്ക് അലറി വിളിച്ച് കാണാൻ പറ്റിയ സാധനങ്ങളുണ്ട് ഫസ്റ്റ് ഹാഫിൽ. ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് കുറേ പേർക്ക് ഇഷ്ടപ്പെടാണ്ട് പോയ കുറേ ഭാഗങ്ങളൊക്കെ ആയിട്ട്
സെക്കൻഡ് ഹാഫ് വന്ന്. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്, ഫൈറ്റ് സീക്വൻസസ് ആർ അമേസിങ്, മ്യൂസിക്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റെയിൻ ഫൈറ്റ് ഉണ്ട്, അതൊക്കെ കിടിലുമാണ്. മേക്കിംഗ് വൈസ് ആണല്ലോ BGM വൈസ് ആണല്ലോ എല്ലാം പൊങ്ങി നിന്ന സമയത്താണ് ഇവർ ഇങ്ങനെ ഒരു പണി കാണിച്ചത്. എന്നാലും ആ ക്ലൈമാക്സിലെ കുറച്ച് പോർഷനൊക്കെ നമുക്ക് ലാസ്റ്റ് കാണിക്കുന്നതൊക്കെ നല്ലതായിട്ട് തോന്നുമെങ്കിൽ ആ ഒരു, ഞാൻ പറഞ്ഞില്ലേ ക്ലൈമാക്സിന് മുമ്പ് ഒരു പോർഷൻ ഉണ്ടേ, ആ ഒരു ഭാഗം അതങ്ങനെ അല്ലായിരുന്നു, നമ്മൾ അങ്ങനെയല്ല ആ പടത്തിൽ പ്രതീക്ഷിച്ചത്. അപ്പോൾ ആ ഒരു പോർഷൻ ശരിയാക്കുമായിരുന്നു ഈ പടം ഒന്നുകൂടെ നന്നായേനെ. ബട്ട് ഓവറോൾ ഇറ്റ് ഇസ് ആൻ ആവറേജ് വാച്ച് എൻ്റെ അഭിപ്രായത്തിൽ. നമുക്ക് ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് കാർത്തിക് സുബ്രാജിൻ്റെ പടം വന്നാൽ സൂര്യൻ്റെ കംബാക്കാന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരൂടെ സമയം കൊടുത്തേക്കാം, അടുത്ത പടത്ത് സെറ്റാക്കും. അപ്പോൾ അത്രക്കുള്ള റിവ്യൂക്ക് പറയാം. നിങ്ങൾ സിനിമ കണ്ടവരാണ് കമൻറ്റ് ബോക്സിൽ എടുത്ത് മറ്റൊരു കൂടി കാണാം. ബൈ.